ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. +2 ഇക്കണോമിക്സ് എക്സാമാണ് നമുക്ക് 19th അല്ലേ. അപ്പോൾ എക്കണോമിക്സ് എക്സാമിനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ഓണപരീക്ഷയുടെ പോർഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ട് അല്ലേ. ഫസ്റ്റത്തെ പോർഷൻസ് എന്ന് പറയുമ്പോൾ മാക്രോയിലെ 2 പാഠം, മൈക്രോയിലെ 2 ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഫസ്റ്റ് ടേമിൻ്റെ പോർഷൻസ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൻ്റെ പോർഷൻസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമോ, എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, നമുക്കത് സ്കിപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കണോമിക്സിനെ സംബന്ധിച്ച് ഏതൊക്കെ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയാണ് ഓണപരീക്ഷയുടെ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോ ആണിത്. അതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇംപ്രൂവ്മെന്റ് ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് നമുക്ക് +1ഉം +2 കൂടി ഒരുമിച്ചല്ല എക്സാം. അപ്പോൾ ഇത്തവണ ഇംപ്രൂവ്മെന്റ് നമുക്ക് ആദ്യം +1 ബാച്ചുകാരെ കൂടെ എഴുതണം വേണ്ടേ. അപ്പോൾ അതിന്റെ ഇംപ്രൂവ്മെന്റ് ക്ലാസിന്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +1 +2 ക്രാഷ് നമ്മൾ ഇതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 2 ബാച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യമായിട്ട് നമ്മളിപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് +1ന്റെ ഇംപ്രൂവ്മെന്റ് ആണ്. ഒപ്പം നമ്മൾ +2 ക്രാഷിന്റെ ബാച്ചും നമ്മളിതൊരു ജനുവരി പകുതിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളും നമുക്ക് ജനുവരി 1 കൂടി തുടങ്ങണം. അതായത് ഡിസംബർ 31 കഴിഞ്ഞാൽ ജനുവരി 1 മുതൽ നമ്മൾ ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹമുള്ള എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, 7907664613. അതിലെല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞിരുന്നതാണ് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഓണപരീക്ഷയുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഓണപരീക്ഷയ്ക്ക് നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്നുള്ള ചാപ്റ്റേഴ്സ് മാത്രമാണ് പഠിച്ചിരുന്നത്. ഫസ്റ്റ് ടേമിൽ എന്ന് പറയുമ്പോൾ തുടക്കത്തിലുള്ള പാഠങ്ങൾ, ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ഒക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതിലെ ഫസ്റ്റത്തെ 2 പാഠം മൈക്രോയിലെ, മാക്രോയിൽ ഫസ്റ്റത്തെ 2 പാഠമൊക്കെ ആയിരുന്നു നമുക്ക് ഫസ്റ്റ് പോർഷൻ. ഇതിലെ ഇപ്പൊ കഴിഞ്ഞ എക്സാമുകൾ, ഇപ്പൊ അത് അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ബിസിനസ് സ്റ്റഡീസ് ആയിക്കോട്ടെ, ഇതിന് ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 1/4 പോർഷൻസ് നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരിക്കലും എല്ലാ പാഠങ്ങളും സ്കിപ്പ് ചെയ്യാതിരിക്കുക ഫസ്റ്റ് ടേമിലത്തെ കേട്ടോ. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഓണപരീക്ഷത്തെ പാഠങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യണ്ട. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പഠിക്കാം. മെയിനായിട്ട് നല്ലപോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പഠിക്കാം. നല്ലപോലെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പാഠങ്ങൾ ഫൈനൽ എക്സാമിന് ഒരുപാട് വെയിറ്റേജ് ഉള്ള പാഠങ്ങളാണ്. ആ പാഠങ്ങൾ അതേപോലെ നിങ്ങൾ വാല്യൂ കൊടുത്ത് പഠിക്കണം. അപ്പോൾ ഈ മൈക്രോ മാക്രോയിൽ നിന്ന് നമ്മളെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ക്രിസ്മസ് പരീക്ഷയും കൂടി നോക്കുക. ഏതൊക്കെയാണെന്ന് അറിയാം? മൈക്രോ എക്കണോമിക്സിലെ 1ാം പാഠം, 2ാം പാഠം. ഫസ്റ്റ് ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിന്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററും, സെക്കൻഡ് ചാപ്റ്റർ നമ്മുടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ്, കൺസ്യൂമറിന്റെ ബിഹേവിയർ ഉള്ള പാഠമാണ്. ഈ 2 പാഠത്തിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. നല്ല ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക്കും മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി പഠിക്കണം. 3 മാർക്കിന് എന്തായാലും ഫൈനൽ എക്സാമിന് ചാൻസസ് ഉള്ളതാട്ടോ. ഇപ്പൊ സെൻട്രൽ പ്രോബ്ലംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഹും ടു പ്രൊഡ്യൂസ്, വാട്ട് ടു പ്രൊഡ്യൂസ്, അതുപോലെ തന്നെ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹും ടു പ്രൊഡ്യൂസ്. നെക്സ്റ്റ് ആ പാർട്ടിൽ നിന്ന് വിളിക്കേണ്ടത് PPC കർവ് എന്താണ്? ഇതാണ് PPC കർവ്, കോൺകേവ് ടു ദ ഒറിജിൻ ആണ്. ഇതിൽ PPC കർവിന്റെ ഉള്ളില്, അതുപോലെ PPC കർവമ്മേ പുറത്തൊക്കെ ഓരോ പോയിന്റ് തന്ന് എന്താണെന്ന് നമുക്ക് ചോദിക്കും. ഇപ്പൊ ഇത് ABC തന്നാണ് എങ്കിൽ ഉള്ളിലുള്ളത് അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. ഇപ്പൊ C അണ്ടർ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസും, B എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസും, പുറത്തുള്ളത് A എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. അത് നമുക്ക് അതേപോലെ എഴുതാനൊക്കെ കിട്ടണം. പിന്നെ PPC കർവ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, ഡെഫിനേഷൻ അറിയണം കേട്ടോ. ദെൻ മൈക്രോ ഇക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. 4 ഡിഫറൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് മൈക്രോ എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് സ്മോൾ, മാക്രോ എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ലാർജ്. മൈക്രോ ഇൻഡിവിജ്വൽ യൂണിറ്റിയാണ് സ്റ്റഡി ചെയ്യുന്നത്. മാക്രോ എന്ന് പറയുമ്പോൾ എക്കണോമി ആസ് എ ഹോൾ അഗ്രിഗേറ്റ് ആണ്. അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിളുകളും പഠിച്ചു വെക്കുക. പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് എക്കണോമി എന്താണെന്ന് പഠിക്കണം. 2 മാർക്കിന് വരാറുണ്ട്. പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് എക്കോണമി എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഒരു ഇക്കോണമി പ്രശ്നത്തെ വാട്ട് ഈസ് എന്ന് ചോദിക്കുമ്പോൾ വേറൊരു ഇക്കോണമി വാട്ട് ഇറ്റ് ഓട്ട് ടു ബി എങ്ങനെയായിരിക്കും. ആ ഒരു ഡിഫറൻസ് ആണ് നമ്മുടെ ഏതിലുള്ളത്, ഇക്കോണമിയിലും നോർമാറ്റീവും പോസിറ്റീവ് എക്കണോമിയിലുള്ളത്. അത് പഠിക്കാം. അത് ജസ്റ്റ് ആ ലൈൻ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പിന്നീട് നമ്മൾ കൺസ്യൂമറിന്റെ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 മാർക്കിനും 6 മാർക്കിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസ്യൂമർ ഇക്വിലിബ്രിയമിന്റെ ടോപ്പിക്ക് പഠിക്കാം. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ്.
ഉണ്ടോ ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് ആവുന്ന ഈ പോയിന്റ് ആണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. അത് IC2-ലാണുള്ളത്, IC1 IC3. ഇതിലെ ഹയർ ദാൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക IC2-ലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് അതിന് എടുക്കുന്നത്. ഇപ്പം ഈ പോയിന്റും ടാൻജന്റ് ആവുന്നുണ്ട്, പക്ഷേ അത് IC1-ലാണ്. IC1-നേക്കാൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് IC2-ലാണ്. അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം വരയ്ക്കാൻ അറിയാം, വിത്ത് എക്സ്പ്ലനേഷൻ അറിഞ്ഞിരിക്കുക. ഇൻഡിഫറൻസ് കർവിൻ്റെയും അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈനിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇതിൽ എഴുതണം കേട്ടോ. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് എൻ ഇൻഡിഫറൻസ് കർവ് നമുക്ക് ചോദിക്കാറുണ്ട് 4 മാർക്കിന്. ഇൻഡിഫറൻസ് കർവ് ആദ്യം വരച്ചു വെക്കുക. ഇതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്, മുട്ട പാടില്ല കേട്ടോ. ഇൻഡിഫറൻസ് കർവ് കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കുന്നു. ഇത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ, രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്നില്ല. അതുപോലെ തന്നെ ഹയർ ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ് ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത്. അതായത് ഫീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാലും പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാലും ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ ലീനിയർ ഡിമാൻഡ് കർവിന്റെ പോർഷൻസ് പഠിക്കാം. ഇതാണ് ലീനിയർ ഡിമാൻഡ് കർവ്. ഈ ഡിമാൻഡ് കർവിൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ് നിങ്ങളോട് ചോദിക്കേണ്ടത്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഇവിടെ 0 ആണ്, ഇവിടെ ഇൻഫിനിറ്റ് ആണ്, 1 ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്, ഇതിൻ്റെ ഇടയിൽ ലെസ് ദാൻ 1 ആണ്. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ലീനിയർ ഡിമാൻഡ് കർവിൽ പഠിക്കേണ്ടത്. ഇതൊന്നും അതിൽ ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ബഡ്ജറ്റ് ലൈനിൻ്റെ ഒരു പ്രോബ്ലം, ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ്റെ പ്രോബ്ലം. P1x1 + P2x2 = M. ഇതാണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ M/P2, ഒറിജിനൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ M/P1, പ്രൈസ് റേഷ്യോ അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ P1/P2 മൈനസ്. ഓക്കെ, ഇത്രയും വെച്ചിട്ടൊരു പ്രോബ്ലം വരും. അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ആയെന്ന് വരും. ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നു, ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ താഴത്തോട്ട് ഷിഫ്റ്റ് ആവുന്നു. അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ വരുന്നത് അതെല്ലാം പഠിക്കണം. പിന്നെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കണം. P0/Q0 ∆Q/∆P എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ പഠിക്കണം. ഇതിലൊപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട വേറൊരു പോർഷനും 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അതായത് പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് ഫിഗറുകളുണ്ട്, അതും കൂടി പഠിക്കാം. അപ്പോൾ ഈ 2ാം പാർട്ടിൽ ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല, കാരണം ഇതൊക്കെ ഫൈനൽ എക്സാം വരെ വേണം നമുക്ക്. അപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒഴിവാക്കണോ? വേണ്ട. അപ്പോൾ ഫസ്റ്റത്തെ 2 പാർട്ടിൽ നിന്ന് ഈ ടോപ്പിക്കുകൾ നിങ്ങൾ മൈക്രോ നിന്ന് ഒഴിവാക്കരുത്. എല്ലാ ടോപ്പിക്കും പഠിച്ച ശേഷം ഇത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മാക്രോ ഇക്കണോമിക്സിലേക്ക് കിടക്കുകയാണെങ്കിൽ എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് എമർജൻസ്, എങ്ങനെയാണ് മാക്രോ ഇക്കണോമിക്സിൻ്റെ ബ്രാഞ്ച് ഉണ്ടായത്? അതായത് ആദ്യം ക്ലാസിക്കൽ തിങ്കേഴ്സ് ആയിരുന്നു, പിന്നെ ജെയിം കീനസിൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത ശേഷം എല്ലാ തിയറിയിലേക്കും മാറ്റം വന്നു തുടങ്ങി. അത് ഗ്രേറ്റ് ഡിപ്രഷൻ 1991-ലുണ്ടായ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ മാക്രോ എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് കടന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ബുക്ക്, ജെയിം കീനസ് എഴുതിയ ബുക്കും ആ ബുക്കിൻ്റെ പേരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ സെക്ടേഴ്സ് ഓഫ് എൻ ഇക്കോണമി 4 സെക്ടേഴ്സ് ആണുള്ളത്. ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ. ചിലപ്പോൾ 2 മാർക്കിനൊക്കെയാണ് വരുള്ളൂ, എന്നാൽ 2 മാർക്കിനാണെങ്കിൽ പോലും ഇത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ മാക്രോയിൽ. ഇതൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, മാക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ. ദെൻ സെക്കൻഡ് ചാപ്റ്റർ മാക്രോയിലെ സ്റ്റോക്കും ഫ്ലോയും തമ്മിലെ ഡിഫറൻസ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ് പർട്ടിക്കുലർ ടൈം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഫ്ലോ എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് ടൈമിലാണ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആണ്, ഡൈനാമിക് കൺസെപ്റ്റ് ആണ്. ദെൻ ഡിഫറൻസ് ആണ് കേട്ടോ പറയണത്. പിന്നെ ഇതിന് 2ൻ്റെ ഒരു എക്സാമ്പിൾ എഴുതി വയ്ക്കാം. ഓക്കെ, ഇതാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. ഇതും നമുക്ക് 2 മാർക്ക് 3 മാർക്കിനൊക്കെയാണ് വരിക, പക്ഷെ 2 മാർക്കല്ലേ ഉള്ളൂ വെച്ചിട്ട് സ്കിപ്പ് ചെയ്യണ്ട. ദെൻ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് GDP അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ചോദിക്കാറുണ്ട്. 3 തരം മെത്തേഡ്സ് ആണ്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ GVA, സം ഓഫ് GVA I = 1 up to n. ഇതാണ് പ്രോഡക്റ്റ് മെത്തേഡ് തമ്മിലുള്ള ഇക്വേഷൻ. ഗ്രോസ് വാല്യൂ ആഡഡ്, ഓരോ ഫേമിൻ്റെ ഓരോ യൂണിറ്റിൻ്റെയും GVAകൾ ആഡ് ചെയ്താൽ GDP കിട്ടുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ഇൻകം മെത്തേഡിൽ വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് റെന്റ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ മെത്തേഡ് വഴിയുള്ള ഇക്വേഷൻ ഇതാണ്. മൂന്നാമത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡിലേക്ക് വരുമ്പോൾ കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് X - M. X - M എന്ന് പറയുമ്പോൾ എന്താ,
എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ 3 മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റ് നാഷണൽ. ഇത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 മാർക്കേ കിട്ടുള്ളൂ കേട്ടോ. 8 മാർക്കിനാണെങ്കിൽ എന്താണ് മെത്തേഡ് എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതിൽ ഓരോന്ന് എന്താണെന്ന് എഴുതി വെക്കുക. ഇത് വേജസ് ആണ് ഇൻട്രസ്റ്റ് ആണെന്നുള്ളത് എഴുതി വെക്കുക. ദെൻ GDP ഡിഫ്ലേറ്റർ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് 2 മാർക്കിന്. കറണ്ട് GDP ഡിവൈഡഡ് ബൈ നോമിനൽ GDP ഇൻറ്റു 100 ആണ്. പെർസെൻറ്റേജ് ആണ് നമ്മൾ കാണുക. അപ്പോൾ 150% ആണ് എങ്കിൽ 50% ഇൻക്രീസ് ചെയ്തു എന്ത് പ്രൈസ് ലെവൽ, ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ അവിടെ എഴുതാനായിട്ട്. ഓക്കെ. ദെൻ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം സെക്കൻഡ് ചാപ്റ്റർ തന്നെയാണ്. സർക്കുലർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഫേം ഉണ്ടാവും, ഒരു ഹൗസ് ഹോൾഡ് ഉണ്ടാവും. ഫേം ഹൗസ് ഹോൾഡിന് സാധനങ്ങൾ കൊടുക്കുന്നു, തിരിച്ച് ഹൗസ് ഹോൾഡ് പൈസ കൊടുക്കുന്നു അല്ലേ. പിന്നെ ഹൗസ് ഹോൾഡിൽ നിന്ന് ആൾക്കാർ പണിയെടുക്കാൻ പോകുന്നു, തിരിച്ച് അവർക്ക് വേജസും കാര്യങ്ങളും ഫേം കൊടുക്കുന്നു. ഫാക്ടർ സർവീസസ്, ഫാക്ടർ പേയ്മെൻറ്റുകൾ. ഇവിടെ നമുക്ക് ഫാക്ടർ മാർക്കറ്റ് എന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യുന്ന കാരണം പ്രൊഡക്റ്റ് മാർക്കറ്റ് എന്ന് വിളിക്കാം. 2 തരം ഫ്ലോ ഉണ്ട്, റിയൽ ഫ്ലോ ഉണ്ട്, മണി ഫ്ലോ ഉണ്ട്. ഇതൊക്കെ ഒന്ന് സ്പീഡിലാണ് മിസ് പറയുന്നത്, നിങ്ങൾ നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഫസ്റ്റത്തെ 2 മാക്രോയിൽ നിന്നും 2 മൈക്രോയിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കാനേ പാടില്ലാത്ത ടോപ്പിക്കുകൾ. അപ്പോൾ ഓണപരീക്ഷയുടെ അതേ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്കും ഈ ടോപ്പിക്കുകൾക്ക് കൊടുക്കുക. നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പോർഷൻസ് വരുമ്പോൾ ആ മാർക്കും പോവും, മറ്റേലെല്ലാം പഠിച്ചിട്ട് ആ മാർക്കും പോവും. അപ്പോൾ ആ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓണപരീക്ഷയുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 20 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് 80 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 20 മാർക്കോളം ഓണപരീക്ഷയുടെ പോർഷൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ട പോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി നിങ്ങൾ നന്നായി പഠിച്ചു, അതിനൊന്നും വന്നില്ല എങ്കിൽ പോലും നമുക്കത് എവിടേക്ക് ആവശ്യമാണ്. മോഡൽ എക്സാം വരുന്നുണ്ട്, പ്രീ മോഡൽ എക്സാം വരുന്നുണ്ട്. ഒക്കെ ജനുവരി മന്ത് കഴിയുന്നതോടുകൂടി നമ്മൾ ഫെബ്രുവരിയിലെ മോഡൽ എക്സാമുകൾക്കൊക്കെ കടക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ പഠിച്ച് സെറ്റാക്കി വെക്കണ്ടേ. അതുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചിന് നിങ്ങൾ താല്പര്യമുണ്ട് എങ്കിൽ ആ മിസ് പറഞ്ഞ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.